തേപ്പാട്ട് വേലിക്കുട്ടി ഭാഗവതർ. നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ദൂരദർശനിലൂടെ ഈ മുഖം ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ആ വിഡ്ഢിപ്പെട്ടിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. എങ്കിലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല മുഖപരിചയം. മാവേലി സ്റ്റോർ ക്യൂ നിൽക്കാൻ വരാറുണ്ടോ? കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേട്ട ആള് വളരെ ഡീസന്റാ. പാർവതി, ലതയെ വിളിച്ചോളൂ. ഈ കർണാടക സംഗീതം ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ എത്ര നാള് വേണ്ടിവരും? ഒരു 2 മാസം? അല്ല, ഫീസ് വേണേ കൂടുതൽ തരാം. എന്റെ പൊന്നിയേട്ടാ, ഇതൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും. എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, എങ്കിലും ഒന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇരുന്നോളൂ. പക്ഷേ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ജീവനാ. പക്ഷെ ഇവര് സംഗീതം പഠിക്കുന്നത് ഇവരുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ ഭർത്താവ് ഇതറിയാൻ ഇടവരരുത്. മണൽപ്പരപ്പിൽ വീണ വെള്ളം പോലെയാണ് സംഗീതം. സംഗീതത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ഈ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളാച്ചൻ എന്ന രീതിയിലുള്ള സംഗീതവും പഠിപ്പിക്കുമല്ലോ. ഈ അരസികന്മാരുടെ സാന്നിധ്യം എനിക്ക് ബന്ധപ്പാടുണ്ടാക്കുന്നു. സോറി. തുടങ്ങാം. ചേർത്ത് പാടൂ. അല്ല, ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല. വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കീർത്തനങ്ങളൊക്കെ കേട്ട് പരിചയിക്കണം. കൃഷ്ണ നീ ബേഗനേ ബാരോ, കൃഷ്ണ നീ ബേഗനേ ബാരോ. വന്നു. ആര്? കൃഷ്ണൻ അല്ല, വിഷ്ണു. ഹാർമോണിയം ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. ഇതെന്തോ ഒരു പാട്ടും ബഹളമൊക്കെ. ലതിക പാടിയതാ. ഒരു പുരുഷ ശബ്ദമാണല്ലോ ഞാൻ കേട്ടത്. ഞാനും സഹായിച്ചു. ആ, അത് കൊള്ളാം. എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. ഇന്ന് നമുക്കൊരു സംഗീത സായാഹ്നമാക്കി മാറ്റിക്കളയാം. ഇരിക്കില്ലതിയെ. കുറുപ്പേറ്റം പാട്. അയ്യോ, കുറുപ്പേട്ട കുറുപ്പേട്ട എന്തു പറ്റി കുറുപ്പേട്ട? നേരിടാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോ എനിക്ക് പ്രഷർ കൂടും, ഷുഗർ കുറയും. അലിക്ക, എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. നിനക്ക് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. കിട്ടാനുള്ള പണം മുഴുവൻ നാട്ടുകാരുടെ കൈപ്പെട്ട് കിടക്കുക. ഇനി അഥവാ നീ കാശ് തിരിച്ചടച്ചാൽ തന്നെ കേസിൽ ഊരി പറയാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നു. അവന്റെ സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിൽ ചില കള്ളത്തരങ്ങൾ അവതരിപ്പിക്കുക. എന്നിട്ട് നിനക്ക് അനുകൂലമായി അവനെ കൊണ്ട് കോടതി പറയിപ്പിക്കാം. അതിപ്പോ ഞാൻ എങ്ങനെയാ അതൊക്കെ പറഞ്ഞു തരാം. എന്നിട്ടും കാര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലെങ്കിൽ എന്താ വേണ്ടെന്ന് നമുക്ക് അപ്പൊ തീരുമാനിക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്ന് കമ്പനി തരണമെന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓർഡറാ. ഞാനാ കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞേ. ഇന്ദുവിനോട് സംസാരിച്ചിരിക്കുമ്പോഴാ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. ആ, എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഏതായാലും കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരൻ പാട്ട് പാടാനൊന്നും പറയുന്നില്ലല്ലോ, അല്ലേ ചേച്ചി? അതെ. ആരോ വന്നിരിക്കുന്നു. ആരാ? नमस्ते जी। നമസ്തേ. मेरा नाम अवतार सिंह है। विष्णु मेनन है। ഇല്ല, ഓഫീസ്. ഇംഗ്ലീഷ് സ്പീക്ക്. नो नो इंग्लिश, आई हिंदी। मेनन जी की बीवी है? बीवी नो, आर.वी. मेनन. क्या? आर.वी. मेनन. इनिशियल नहीं भाई, बीवी, पत्नी, वाइफ। बुलाओ बुलाओ। അയ്യോ, ദോശ ഇഡലിയാണ് ഇവിടെ ഉണ്ട്. പുലാവ് ഇനി ഉണ്ടാക്കണം. बुलाओ नहीं, बुलाओ। कॉल कॉल। ഓ, അത് ശരി, ഇപ്പൊ വിളിച്ചോണ്ടുവരാം. ഹായ്. വിഷ്ണുവിന്റെ അവതാരം വന്നിരിക്കുന്നു. അവതാരമോ? ആ, ഒരു ഹിന്ദിക്കാരൻ. ഹിന്ദിയെ പറയൂ. ലതികയെ കാണണമെന്ന് ചെല്ലു. അയ്യോ, എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് വളരെ എളുപ്പമല്ലേ, ഞാനിപ്പോ സംസാരിച്ചല്ലേ ഉള്ളൂ. ചെല്ലു. എനിക്ക് പേടിയാ. ചേച്ചി എന്നാലെ പറഞ്ഞുവിട്. എങ്ങോട്ടാ? അവിടെ നില്ല്. നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പുതിയ അവതാരം. വെളച്ചിലെടുക്കല്ലേ? ഇന്ദുവിന് ഹിന്ദി അറിയാലോ. ഒന്ന് ചെന്ന് സംസാരിക്കേ.
അയ്യോ അയാള് ലതികയെ കാണണമെന്ന് പറയുമ്പോ ഞാൻ ചെന്നാൽ എങ്ങനെയാ? ഒന്ന് വേഗം ചെല്ലു പെങ്കൊച്ചെ, ഇല്ലേ അവതാരം ഞാൻ അടുക്കളയിൽ കയറും, കൂട്ടത്തിൽ വിഷ്ണുവും കൂടെ വന്ന ആകെ ചളമാകും. ഒന്ന് വേഗം പൊക്കോ. ഭാബിജി! എന്തൊരു അലർച്ച, ഒന്ന് വേഗം പൊക്കോ പോ. अरे नमस्ते भाभी जी। नमस्ते जी। मेनन का सिलेक्शन तो बहुत अच्छा है। नहीं मैं मेनन की बीवी। मुझे सब मालूम है, मेनन ने मुझे सब बता दिया। आप ही मेनन की 7 कंडीशंस को पूरा करने के काबिल है। मैरिज के समय मैं कलकत्ते में था। ഇതുവരെ എന്തുവാ പറഞ്ഞേ? കല്യാണ സമയത്ത് ഇദ്ദേഹം കൽക്കട്ടയിലായിരുന്നു. എന്തിന് കൽപ്പറ്റയാക്കണം? വല്ല കാഠ്മണ്ഡുവിലെ ചെറാപ്പുഞ്ചിലോ കെട്ടിയെടുക്കാൻ പറ. മനുഷ്യനെ പേടിപ്പിക്കാൻ क्या क्या? कुछ नहीं। अच्छा अच्छा अच्छा, दिल्ली में मैं और विष्णु साथ में रहते थे। मेरे बारे में आपको बताया नहीं? हाँ बहुत बताया। अच्छा अच्छा, हाँ भाभी जी मेरी तरफ से आपके लिए एक छोटा सा तोहफा। जी शुक्रिया। हाँ, 1 मिनट मैं विष्णु से बात कर सकता हूँ? ബാത്റൂം അവിടെ ഉണ്ട്. अयो फोन ചെയ്യാൻ. ഫോൺ ഇവിടെ ഉണ്ട്. बात कर सकता हूँ? ഓ ശക്തി ശക്തി. आप जाइए। हेलो विष्णु मेनन। मैं अवतार सिंह बोल रहा हूँ। कौन? अवतार? अच्छा, किधर से? हाँ हाँ भाई, तुम्हारे घर से। अरे विष्णु, मैं आज सुबह की फ्लाइट से आया हूँ भाई। अरे नहीं नहीं, तुम्हारी पत्नी अच्छी तरह हिंदी बोल लेती है। हाँ, अच्छा, तुम उधर ही बैठो, मैं अभी आया। आज हम तुम्हारे साथ खाना खाएगा। फिर बोलो यार, क्या क्या समाचार है? हाँ, तुम 1 मिनट फोन लतिका को दे दो। हाँ यार, मेरी पत्नी। एक मिनट, आपसे बात करना चाहता है। विष्णु भाई। हाँ बात कीजिए ना, लीजिए। अरे അവതാരം ഹലോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. किधर? അതെ വിഷ്ണുട്ടാ. കായൽ സീ ലേക്ക്. पैकेट। അതെയോ? ആ ആ അവതാരം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവതാരം ഉണ്ടാവും. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് കരുതണം. ഞാൻ അങ്ങോട്ട് വരാം. ശരി വിഷ്ണുട്ടാ. എന്താ നോർത്തിന്റെ ഫുഡ് ഉണ്ടാക്കണം? അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എങ്ങോട്ടായി പോണേ? ഞാനേ ഹാഫ് ഡേ ലീവ് എടുക്കുക. ആ. ആഹാരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുന്നു. നന്നായി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെസ്പാച്ച് സെക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച്. അങ്ങനെ ഇപ്പൊ ഒരുമിക്കണ്ട. DG കുറുപ്പേട്ടൻ സ്പീക്കിംഗ്. ഞാനാ കൃഷ്ണൻകുട്ടി. എന്താ അവിടെ പ്രശ്നം? കാര്യം ഗുരുതരം, പ്രശ്നം നിസാരം. अरे भाभी जी, भाई केरल बहुत ही सुंदर जगह है। ഇവിടെ അടുത്ത് തന്നെ बहुत ही ഉണ്ട്. सुंदर। എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കെട്ടിയെടുത്തില്ലെങ്കിലേ ഇവിടെ സർവത്ര വശക്കേട് നാശക്കോട്ടയും ആകും. ഓ, സാധനം ചിരിക്കുവാ. അയ്യോ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. വിഷ്ണുവാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ സർദാർജിയുടെ കയ്യിലൊന്ന് കൊടുക്ക. അവതാരമേ, क्या? വിഷ്ണു अच्छा സ്പീക്കിംഗ്. अच्छा, विष्णु भाई। हाँ। हाँ। हेलो, हाँ बोल यार। हेलो, हाँ कौन? अवतार। हाँ, अभी मेरा एक क्लाइंट इधर आने वाला है, इसलिए मैं उधर नहीं आ सकता. ऐसा करो, तुम इधर आओ. यू कम टू माई ऑफिस. अच्छा, मैं अभी आता हूँ। विष्णु बोला मैं ऑफिस जाके उससे मिल लूँ, कोई गेस्ट आया है। ഇതെന്തുവായി പറഞ്ഞ്? നമ്മൾ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിഷ്ണു. വിഷ്ണു അല്ല കൃഷ്ണൻ. ഏ? അതെ, വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ. ഗോ ടു ഓഫീസ് ജി, എളുപ്പം ജി. कुछ नहीं, ये आपको ऑफिस जल्दी जाने को बोलते हैं. अच्छा, नमस्ते जी। ഓം ശക്തി ശക്തി. हाँ, आपको भी नमस्ते। അവതാർ എവിടെ? പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ പോയി, ഡൽഹിക്ക് പോയി. അടുത്ത മാസം വരുമ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഛേ, ഇയാൾ എന്തൊരു മനുഷ്യനാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നാണല്ലോ. ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു, കേക്കട്ടെ, അത്യാവശ്യമാണ് പോലും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ, എന്റെ അഴീക്കൂട് ഭഗവതി. സർദാർജി, ഈ
പരന്തു വിഷ്ണു സാർ പെട്ടെന്നൊരു ഫോൺ വന്ന് ഡൽഹിക്ക് പോയി, ഇനി അടുത്ത മാസമേ തിരിച്ചു വരൂ. എന്റെ അമ്മ. मैं समझा नहीं। സഞ്ചിയല്ല, ഒരു പെട്ടിയും കൊണ്ടാണ് പോയത്. क्या विष्णु साहब को अभी एक फोन कॉल आया, वो न्यू दिल्ली चला गया, अब 1 महीने के बाद वापस आएगा. बहुत अच्छा, मैं उसको दिल्ली में मिल लूंगा। न्यू दिल्ली വെച്ച് കണ്ടോളാന്ന്, കുറച്ച് കണ്ടതുപോലെ തന്നെ. क्या? अब एक न्यू दिल्ली फ्लाइट है. अच्छा अच्छा अच्छा, मैं अभी जाता हूँ। खुदा हाफिज. अरे खुदा हाफिज। चलता हूँ। പരാഹമൂർത്തി, എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഈ തീർത്ഥാടനം. വിഷ്ണുവിന്റെ വിവാഹം നടന്നിട്ടേ ഞാൻ എങ്ങോട്ടേക്ക് ഉള്ളെന്ന് വാശി പിടിച്ചതിന്റെ കാരണം. ഇനി ഇപ്പൊ മനസമാധാനമായിട്ട് പോയിട്ട് വരാമല്ലോ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടോ നേർച്ചയോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചതിനുള്ള പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. മനസ്സിലായി മനസ്സിലായി. 7 കണ്ടീഷൻസ് വെച്ചുള്ള മാംഗല്യം തന്തുന നീന ജീവന ഹേതുന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുട്ടപുറത്തിൽ ഒരു യാഗം നേർന്നിട്ടുണ്ട്, അങ്ങോട്ട് പറഞ്ഞു കൊടുത്തേ. എനിക്ക് നാണമാവുന്നു, നീ തന്നെ പറ. അയ്യടാ, കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കിണങ്ങുന്ന കണ്ടില്ലേ? എന്നാ നീ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. എത്രയും വേഗം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയുള്ള യാഗ. ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് താലോലിക്കാൻ. ഇതാ കമ്പിളിയും ഷോളും സ്വെറ്ററും എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ കുറുപ്പേട്ടൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടെ ചെയ്യണം. എന്താ? എന്റെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കണം. എന്തിനാ? ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ. നീ അതിനുവേണ്ടി ശ്രമിക്കണ്ട, നടക്കത്തില്ല യേശൻകുട്ടി. ആ KSRTC കാരുടെ സഹോദരന്മാർ ഇടിച്ച് നിന്റെ സൂപ്പടക്കും. ആ പെങ്കൊച്ചിനെ വേറെ ആമ്പിള്ളേർക്ക് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്റെ വിധിയാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കാം. അല്ലാതെ പിന്നെ അയ്യേ. എന്നാ, പോവല്ലേ? എന്നാ ഇനി ലേറ്റ് ആക്കണ്ട. നീ കാറി കയറൂ. നിനക്ക് വേണ്ടി ഞാൻ വഴിപാട് നടത്തും കിഷൻകുട്ടി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. സാർ എനിക്കെതിരെ മൊഴി കൊടുത്താൽ ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. പിന്നെ ഓഫീസിൽ നിന്നും പണം തിരിമറി നടത്തുമ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ. സാർ, അത് ഞാൻ എന്റെ സഹോദരിയുടെ വിവാഹം നടത്താൻ വേണ്ടിയാ അങ്ങനെയൊക്കെ ചെയ്തത്. ആ പണം ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചോളാം സാർ. മോഷ്ടിച്ചിട്ടാണോ സഹോദരിയുടെ വിവാഹം നടത്തുന്നത്? അപ്പോഴത്തിന്റെ അവസ്ഥയിൽ നിശ്ചയിച്ച വിവാഹം മുടങ്ങുന്നൊക്കെ കള്ളം പറയുന്നതും പ്രവർത്തിക്കുന്നതും വെച്ച് എന്ത് ഞാൻ ടോളറേറ്റ് ചെയ്യും. ഈ വക കാര്യങ്ങളിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. സാർ, ഞാൻ പറയുന്നത് വേണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. സാർ, അത് വിൽ യു പ്ലീസ് ഗെറ്റ് ഔട്ട്. വിഷ്ണു, തിരിമറി നടത്തിയ തുക കമ്പനിയിൽ തിരിച്ചടച്ചോളാം എന്നല്ലേ വിൽഫ്രഡ് പറയുന്നത്. ആ സ്ഥിതിക്ക് അയാളുടെ കേസ് അങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ നല്ലത്? നോ, പശ്ചാത്തപിച്ചതുകൊണ്ടോ പരിഹാരം ചെയ്തുകൊണ്ടോ ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല. എന്നെ വഞ്ചിക്കുന്നവരാരായിരുന്നാലും ഞാൻ വെറുതെ വിടില്ല.
വിഷാദവീണയായ നദിയോളം മൃദുലീലോടാ ഇനിയും കൊതിയാ വാവോ 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 നീലയാമിനി നിൻ കരളിൻ നൊമ്പരം മൂക്കതാരമാ ഒരു മിഴിത്തുള്ളിയ ഇനി മനസ്സേ നിറമേറുമോർമകൾ കനവായി വിരിയാ അലിവാർമുറങ്ങുന്നു ആവോ ആവോ നീലയാമിനി കരളിൻ നൊമ്പരം മൂക്കതാരമാ ഒരു നീ തുള്ളിയാ കണിമഞ്ഞിൻ കുളിരോലും നിലാവിലാമ്പൽ പോലെ മനമൊന്നായി ഹലോ 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 ഒരു അതെ ഒരു കാര്യം പറഞ്ഞോട്ട് സോറി സാർ ഒന്നിങ്ങി വന്നേ ഒരു മിനിറ്റ് അതെ എന്ത് വിട്ടിട്ടായി കാണിക്കുന്നത് ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്കു. ഇത്രയും നാൾ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. ഇനി വിഷ്ണുവേട്ടനെ സിസ്റ്ററിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ അവസരത്തിൽ ഇങ്ങനെ പിന്മാറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. ഇനിയും വിഷ്ണുവേട്ടന്റെ മുന്നിൽ നാടകം കളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി കുറച്ചു നാൾ കൂടി. അത് കഴിഞ്ഞാലോ? എന്നായാലും വിഷ്ണുവേട്ടന് ഇതൊക്കെ അറിയില്ലേ? അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിഷ്ണു അറിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു സ്റ്റേജ് എത്തുന്നവരെങ്കിലും. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. വിഷ്ണുവേട്ടന്റെ മുമ്പിൽ ചെല്ലാൻ പോലും എനിക്ക് പേടിയാ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അത് ചിരിക്കാനോ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മളെല്ലാവരും കൂടി വിഷ്ണുവിന്റെ മുന്നിൽ ഒരു നാടകം കളിച്ചു. അതിന് തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് വേണമെങ്കിൽ കുറ്റം പറഞ്ഞോളൂ. പക്ഷേ എല്ലാം നന്നായി വരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി ഈ നാടകം ശുഭപര്യവസായി തീരുന്നവരെ സിസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. ഇനി കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. വരൂ നമുക്ക് പോവാം. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിഷ്ണുവേട്ടനൊരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. കത്തോ? ആരുടെ കയ്യില്? ഊണ് കൊണ്ടുവന്ന പയ്യന്റെ കയ്യില്. ഈശ്വര, നീ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ലീവ് തന്നെയാ. ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. അപ്പൊ വല്ലാത്ത വിശപ്പ്. അപ്പൊ നിന്റെ കൂടെ ഒന്ന് ആഹാരം കഴിച്ചിട്ട് പോകാന്ന് കരുതി. ഇത് ഒരാൾക്കുള്ള ആഹാരമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണാക്കാം. നീ ഓണമാക്കി വരുമ്പോ ഞാൻ പട്ടിണിയാവും. അതൊന്നും ആവില്ല, ഞാൻ നിനക്ക് വിളമ്പി തരാം. അയ്യോ വേണ്ട, ഞാൻ വിളമ്പി കഴിച്ചോളാം. അതൊന്നും സാരമില്ല. കുറച്ച് ദിവസത്തെ ആഗ്രഹമാണ് നിനക്ക് എന്തെങ്കിലും വിളമ്പി തരണമെന്നുള്ളത്. എന്താ വിഷ്ണു അങ്ങനെ വിചാരിക്കുന്നത്? കൃഷ്ണൻകുട്ടി ഇതേ നമ്മൾ കൽക്കട്ടയിൽ കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനിപ്പൊ നമ്മള് കൽക്കട്ടയിലല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ. എന്നാലും എന്റെ ഒരു ആഗ്രഹം പഴയ ദിവസങ്ങളിലോട്ടൊക്കെ ഒന്ന് പോണമെന്ന്. ഇനി നീ വിളമ്പിക്കോ. എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കാണെന്ന് അറിയാം. അയ്യോ, ആപ്പിൾ രസത്തിൽ വീണു. അയ്യേ, അയ്യോ, എന്താ ഇത്? കണ്ടു നീർന്നോ? വെള്ളം ഒഴിച്ചോ? നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഇത്രയും താമസിക്കാനുള്ള പ്രധാന കാരണം എന്റെ ഓഫീസിലെ തിരക്ക് തന്നെ. പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ അല്ല, 1 മാസത്തേക്കാ. പറഞ്ഞോ, എവിടെ പോണം? ഊട്ടിയോ കൊടൈക്കനാലോ? 2 സ്ഥലത്തും പോണോ? ശരി, പോയേക്കാം.
പോകാന്ന് പറഞ്ഞിട്ട് എന്താ ഒന്ന് ചിരിക്കാത്തത്? ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞാലുടൻ നമ്മൾ പുറപ്പെടുന്നു. അതും ലതികയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഈ ബർത്ത്ഡേ പ്രസന്റിൽ താക്കോല് ഐശ്വര്യമായിട്ട് കയറുന്ന ഡ്രൈവ് ചെയ്താൽ ഇന്ന് എനിക്ക് എന്റെ ശ്രീമതി ഓടിക്കുന്ന കാറിൽ ഇരുന്ന് യാത്ര ചെയ്യണം. നല്ല പണിയാ കാണിച്ചത്. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ പോകുന്നു അല്ലേ? എല്ലായിടത്തും നിന്നെയും കൊണ്ടുപോകാൻ നീ ആരാ? എന്റെ ADC. ഞാൻ ഈ ഓട്ടോ ഒന്ന് വിട്ടോട്ടെ. വേണ്ട വേണ്ട, അന്ന് നിനക്ക് തിരിച്ചു പോകാനുള്ളതാ. പിടിക്ക്. വിഷ്ണു, ഈ പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴുള്ള ആദ്യ സവാരിയല്ലേ ആണുങ്ങൾ ഓടിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാരാ പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? നമുക്ക് ഊഹിച്ചൂടെ? ഉപനിഷത്തുക്കളിലെ പ്രത്യേക നിന്റെ പൊതുസ്ഥലങ്ങളിൽ വെച്ചുള്ള വളിപ്പടി ഉണ്ടല്ലോ, അത് വേണ്ട. അമ്പലത്തിലോ? അമ്പലത്തിലും വേണ്ട. പിന്നെ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താക്കന്മാരെ ഇരുത്തിക്കൊണ്ട് ഭാര്യമാരെ കാർ ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതൊക്കെ അച്ചിക്കൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടികളല്ലേ. ഓഹോ, അത് ഞാൻ സഹിച്ചോളാം. വലിയ വണ്ടി എടുക്കും. ചേട്ടാ എനിക്ക് ഡ്രൈവിംഗ്. അതാണ് അതിന്റെ കറക്റ്റ്. എന്ത്? സിസ്റ്ററിന് ഡ്രൈവിംഗിന്റെ ടച്ച് പോയിരിക്ക അല്ലേ? ഇനി അത് മാത്രമല്ല, മറ്റേ കാര്യം കൂടി തുറന്ന് പറഞ്ഞേക്ക് സിസ്റ്റർ. അല്ല, വിവാഹം കഴിഞ്ഞ് 1 വർഷത്തേക്ക് സിസ്റ്റർ ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്ന് ഇവരുടെ കുടുംബ ജോത്സ്യം പറഞ്ഞിരിക്കുക. ഡ്രൈവ് ചെയ്താൽ എന്താ? ഭർത്താവിന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന്. ഇക്കാലത്ത് ഈ ജോത്സ്യത്തിലും ജാതകത്തിലും ഒക്കെ ആരാ വിശ്വസിക്കുന്നത്? എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. കരുതിക്ക്, ഇന്ന് നീ 1 ഫർലോങ് എങ്കിലും വണ്ടി ഓടിച്ചേ മതിയാവും. ഈ ജോത്സ്യത്തേക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നോക്കണം. പിന്നെ 1 മിനിറ്റ്, ഞാനൊരു ചെറിയ പൂജ ചെയ്തോട്ടെ. കീ പിടിച്ചേ. അയ്യോ വിഷ്ണു, ദേ ഇത് നോക്കിയേ. എന്താ? ഈ ടയർ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ ജോത്സ്യത്തിലൊക്കെ കാര്യം ഉണ്ടെന്ന്. ഇനി ഇതും ജോലിച്ചായിട്ട് എന്ത് ബന്ധം ഇരിക്കുന്നു? അപശകുനം. ഇതാണ് ഞാൻ ചെയ്തു. തീ ആവുമ്പോ കെടും. സ്റ്റെപ്പിനെടുത്ത് മാറ്റിയിട്ടാ പോലെ. അതൊക്കെ മാറ്റിയിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. നിങ്ങൾ പൊക്കോ. ആട്ടോ വിടാത്ത നന്നായി. പൊക്കോ. മണിയണ്ട, ഇവരെ കൊണ്ടൊന്ന് വിട്ടേക്ക്. കാശൊന്നും എവിടെ നിന്ന് വാങ്ങണ്ട. നമുക്ക് ഓട്ടോയിൽ പോവാം.